CPM-ൽ കൂട്ടയടി തുടരുകയാണ്. വിമർശനവും സ്വയം വിമർശനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സവിശേഷതയാണെന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായാണ് പി ജയരാജൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും വിമർശിച്ചുവെന്ന വാർത്തയ്ക്കെതിരെയാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ രംഗത്ത് വന്നിരിക്കുന്നത്. വിമർശനവും സ്വയം വിമർശനവും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കില്ലാത്തതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ളതുമായൊരു സവിശേഷതയാണെന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഇത്തരം വാർത്തകൾ CPM-നെ തകർക്കാനുള്ള ഉദ്ദേശത്തിലാണെന്നും ജയരാജൻ പറയുന്നു. ഏതായാലും മറ്റു പാർട്ടികൾക്കില്ലാത്ത സവിശേഷത CPM-നുണ്ട് എന്ന് പറയുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലെ വിമർശന വാർത്ത പി ജയരാജൻ തള്ളാത്തതല്ലേ എന്ന ചോദ്യങ്ങളും മറുവശത്തുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ചോദ്യങ്ങൾ തീരുന്നേയില്ല. എപ്പോ പണി പൂർത്തിയാക്കുമെന്ന് പൊതുജന സമക്ഷം കരാറുകാരോട് ഉറപ്പു തേടുകയാണ് മുഖ്യമന്ത്രി. സദസ്സ് കൈയടിക്കുന്നൊക്കെയുണ്ട്. പക്ഷെ ഇങ്ങനെ പോയാൽ എപ്പോ ശരിയാകും, ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറയുന്നതല്ലാതെ ഒന്നും നടക്കില്ല എന്നാണ് പുതിയ ചോദ്യങ്ങൾ. പിണറായി പോലീസ് സ്റ്റേഷൻ ശിലാസ്ഥാപനത്തിനിടെ വേദിയിൽ വെച്ച് തന്നെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിൽ കരാറുകാരുടെ ഉറപ്പ് തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നു. പിണറായി ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രതിനിധിയോടാണ് മുഖ്യമന്ത്രി വേദിയിൽ വെച്ച് തന്നെ ഉറപ്പ് തേടിയത്. ഡിസംബറോടെ പണി പൂർത്തിയാക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതോടെ ആ വാക്ക് മാറേണ്ട എന്ന് വെച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഉറപ്പ് വാങ്ങിയത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വലിയ കയ്യടിയും ചിരിയുമാണ് സദസ്സിൽ ആ നിമിഷം ഉയർന്നത്. പ്രസംഗത്തിനിടയിൽ കേരളത്തിന്റെ സാമ്പത്തിക നില അത്ര ഭദ്രമല്ലെന്ന് മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ചു. ആഗ്രഹിച്ച വിധം എല്ലാം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏതായാലും കേരളത്തിന്റെ സാമ്പത്തിക നില അത്ര ഭദ്രമല്ല, ആഗ്രഹിച്ച വിധം എല്ലാം തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തുറന്ന് സമ്മതിക്കുമ്പോൾ ഇടതുമുന്നണിക്ക് സർക്കാർ കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്ത് ചെയ്യുകയാണെന്നുള്ള ചോദ്യമാണ് കേരളത്തിൽ ഉയരുന്നത്. ഏതായാലും സ്റ്റേഷൻ നിർമ്മാണം നീണ്ടുപോയത് സൂചിപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗമെങ്കിലും കേരളത്തിൽ നടക്കുന്ന ആനുകാലിക സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതല്ലാതെ പിന്നെ എന്ത് പറയാനെന്നാണ് പുതിയ ചോദ്യങ്ങൾ. കേരളത്തിൽ പോലീസിന്റെ ഇടപെടലാണ് സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. ആ പദവിയും കിട്ടില്ല. റവാഡ വന്നാൽ അജിത് കുമാറിന് ഇരട്ടി നഷ്ടം. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ സ്പെഷ്യൽ ഡയറക്ടറായ രവാഡ ചന്ദ്രശേഖർ വരാൻ സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുന്ന ജൂൺ 30 ചേരുന്ന മന്ത്രിസഭാ യോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. റവാഡ പോലീസ് മേധാവിയായാൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകുന്നവരിൽ ഒരാളാണ് ADGP MR അജിത് കുമാർ. സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും പ്രിയപ്പെട്ടവനെന്ന് കരുതപ്പെടുന്ന അജിത് കുമാറിനെ പോലീസ് മേധാവിയാക്കാൻ പലവിധ നീക്കങ്ങൾ നടന്നിരുന്നു. ADGP റാങ്കുള്ളവരെ പരിഗണിക്കാനാവില്ലെന്ന് കേന്ദ്രം അറിയിച്ചിട്ടും പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് അവസാന നിമിഷവും സർക്കാർ കത്തെഴുതി. പക്ഷേ ആ കത്ത് UPSC യോഗം പരിഗണിക്കുക പോലും ചെയ്യാതിരുന്നതോടെ പോലീസ് മേധാവിയാകാനുള്ള അജിത് കുമാറിന്റെ മോഹം പൊലിഞ്ഞു. ഇതിന് പിന്നാലെ രവാഡ ചന്ദ്രശേഖർ വഴി അജിത് കുമാറിന് മറ്റൊരു തിരിച്ചടി കൂടി വരുന്നുണ്ട്. ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒഴിവിൽ അജിത് കുമാറിനെ DGP പദവി നൽകാനായിരുന്നു സർക്കാർ തീരുമാനം. കഴിഞ്ഞ ഡിസംബറിൽ തന്നെ മന്ത്രിസഭാ യോഗം ഈ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ റവാഡ പോലീസ് മേധാവിയായാൽ അത് നടക്കില്ല. അതേസമയം കൂത്തുപറമ്പ് വെടിവയ്പ്പിന് ഉത്തരവിട്ട രവാഡ ചന്ദ്രശേഖർ DGP നിയമനം CPM എതിർക്കുമോ എന്ന ചോദ്യവുമുണ്ട്.